ഹായ് സുഹൃത്തുക്കളെ, വരിക്കോടൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. എൻ്റെ പിറകിലിരിക്കുന്ന ഈ 3 പേരെയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് തമ്പി സഹോദരന്മാർ. പോയ കാലത്ത് മൈതാനങ്ങളിൽ വിസ്മയം ജനിപ്പിച്ച ഗോൾ കീപ്പർമാർ. ഇത് മൂത്ത സഹോദരൻ തമ്പി മൊയ്തീൻ, ഇത് അദ്ദേഹത്തിൻ്റെ അനിയൻ സൈദാലി, ഇത് ഏറ്റവും ഇളയവൻ ബഷീർ. തമ്പി മൊയ്തീൻ മലപ്പുറം സോക്കർ ക്ലബ്ബ്, ലിറ്റിൽ ഫ്ലവർ, ഡ്രൈവേഴ്സ് യൂണിയൻ, ബ്രീസ് എന്നീ ടീമുകൾക്ക് ഗോൾ കീപ്പറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള സൈദാലി മലപ്പുറം സോക്കർ ക്ലബ്ബ്, യാസ് നിലമ്പൂർ, സൂപ്പർ സ്റ്റുഡിയോ എന്നിവക്കൊക്കെ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം സീനിയർ ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം ജില്ലാ ടീമിനും ഗോളിയായിട്ടുണ്ട്. 2 പ്രാവശ്യം കേരള സന്തോഷ് ട്രോഫി ടീമിന് കോച്ചിങ് ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ഏറ്റവും ഇളയവനായ ബഷീർ സോക്കർ ക്ലബിലൂടെയാണ് ഗോളിയായി വരുന്നത്. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിലെ HAL ഗോൾ കീപ്പറായി. ആ സമയത്ത് അദ്ദേഹം 9 പ്രാവശ്യം കർണാടക സ്റ്റേറ്റ് ഗോൾ കീപ്പറായി. 2 തവണ ഇന്ത്യൻ കോച്ചിങ് ക്യാമ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1 തവണ നെഹ്റു കപ്പ് ഇന്ത്യൻ ടീമിലേക്കും മറ്റൊരു തവണ സാഫ് ഗെയിംസ് ഇന്ത്യൻ ടീമിലേക്കും. ഇനി നമുക്ക് മലപ്പുറത്തെ ഈ പഴയ ഗോൾ കീപ്പർമാരായ തമ്പി സഹോദരന്മാരുടെ വിശേഷങ്ങൾ അറിയാം. നൈതിയാങ്ക, നിങ്ങളിപ്പോ കളി നിർത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? കളി ഇപ്പൊ നിർത്തിയിട്ട് ഒരു 40 വർഷം പോലെ ആയിട്ടുണ്ടാവും. നിങ്ങളെ കളി ആ തുടക്കം ഒന്ന് വിവരിച്ചാണ്. ഞാൻ ഫസ്റ്റിൽ കളിക്കുന്നത് രാവിലെ 5 മണിക്ക് ഗ്രൗണ്ടിൽ വരും. എവിടെ? നമ്മളെ കോട്ടപ്പള്ളി ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ കളിച്ച് വന്നിട്ട് അവിടുന്ന് പ്രാക്ടീസും ഇതെല്ലാം കളിച്ച് ലീഗിൽ ഫസ്റ്റ് സൈൻ ചെയ്തത് യൂത്ത് ആർട്സിനാണ്. യൂത്ത് ആർട്സ് കുറച്ച് കളിച്ചിട്ടുള്ളൂ യൂത്ത് ആർട്സിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലിറ്റിൽ ഫ്ലവറിൽ വന്നത്. ഡി ടൂർണമെൻ്റാണത്. ഡി ടൂർണമെൻറ്റിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളെ സോക്കർ ക്ലബ്ബ് വിളിക്കുന്നത്. അങ്ങനെ സോക്കറിൽ നിന്നാണ് ഞാൻ കുറച്ച് നല്ല ഫോമിലായത്. കാരണം രാവിലെ പ്രാക്ടീസും വൈകുന്നേരം പ്രാക്ടീസും. രാവിലെ വരില്ല, 10 മണിക്കല്ലല്ലോ അന്ന്, നടന്നിട്ടേ വരിക കുന്നിൻ്റെ ഉള്ളിൽ കോട്ടപ്പള്ളി ഗ്രൗണ്ടിലേക്ക്, കോട്ടപ്പള്ളി മൈതാനത്തേക്ക്. രാവിലെ ഒരു 5 മണി 6 മണിക്ക് എല്ലാവരും ഉണ്ടാവും ഗ്രൗണ്ടിൽ. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലീഗ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങും രാവിലെയും വൈകുന്നേരം. അന്ന് വലിയ വലിയ പ്ലെയേഴ്സ് ഉണ്ടാവും ആ ഗ്രൗണ്ടിൽ. MRC ചേക്കാക്ക, മലപ്പുറം അസീസ്, നമ്മളെ ഇൻ്റർനാഷണൽ മെയ്തുമിട്ടാക്ക, കുഞ്ഞേന്താക്ക, അബുവാക്ക, ഓൾ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പഴയ പ്ലെയേഴ്സും അവിടെ ഗ്രൗണ്ടിലുണ്ടാവും. എന്നിട്ട് അവരെ കോച്ച് ഞങ്ങൾക്കും. അപ്പം ഞാനൊക്കെ പോസ്റ്റിൽ നിൽക്കുമ്പോൾ മെയിൻറ്റാക്ക പറയും, തമ്പി റൈറ്റ് ഡൈവ് ചെയ്യേ. അതേമായിരിക്കും അസീസ്, ചേക്കുവാക്ക, ഇവരൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. മലപ്പുറം അസീസ്, കുഞ്ഞാപ്പാണെന്ന് ഞങ്ങൾ വിളിക്കല് മലപ്പുറം അസീസ്. പിന്നെ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, കുഞ്ഞാപ്പാണ് വിളിക്കല് അസീസിനെ ഞങ്ങളൊക്കെ. പക്ഷെ മലപ്പുറം അസീസ് പറഞ്ഞാല് മലപ്പുറം ജില്ല ആകെ അറിയുള്ളൂ. അന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ കുന്നുമെന്ന് കോട്ടപ്പടിക്ക പോയിട്ട് കളി തുടങ്ങി പ്രാക്ടീസ് എന്നൊക്കെ രാവിലെ. അന്ന് നിങ്ങൾക്ക് എത്രകാരം വയസ്സ്? അന്ന് എന്റെ വയസ്സ് ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞ ഒരു 18, 17, 20, 21 ഇങ്ങനെ വരികയാണ്. 16-ാമത്തെ വയസ്സ്. അതായത് 3-ാം നമ്പർ പന്ത്, 4-ാം നമ്പർ പന്ത്. അന്ന് പന്ത് മറ്റേ കാറ്റടിച്ചിട്ട് തുന്നിയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തുമായിരിക്കും. ആ പന്ത് മുൻ തുടങ്ങിയതാ. അതായത് ചെറുപ്പം മുതൽ നമ്മള് സെന്റ് ജമാസ് സ്കൂളിന് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ടെന്നീസ് ബോളുമെന്നാണ് ഞാൻ ഗോൾ കീപ്പറായിട്ട് നിന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ ഗൾഫ് പോയിന്റ് എന്റെ ഈ 2 അനിയന്മാര് കളിക്കൊണ്ട് ഇറങ്ങിയപ്പോ പിന്നെ എനിക്ക് ഗൾഫിൽ എവിടെയാ നിന്നിരുന്നത്? ഞാൻ റിയാദിലായിരുന്നു. ഞാൻ കുറെ കാലം അവിടെ ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ കളി കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും വെക്കേഷൻ ടൈമിൽ വരുമ്പോ മാത്രം കളി കാണും. ഇപ്പൊ പ്രവാസം നിർത്തിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ പ്രവാസം 4-5 വർഷമായിട്ടുള്ളൂ. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങളെ കളി കണ്ടിട്ടുള്ളത് മലപ്പുറത്തെ ടാക്സി സ്റ്റാൻഡിലെ ഒരു ടീം ഉണ്ടായിരുന്നു, ഡ്രൈവേഴ്സ് ടീം. കോട്ടക്കുന്നുമല് അലവിക്കുട്ടി മെമ്മോറിയല് ഒരു ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ നിങ്ങൾ ഗോളിയായിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന്റെ നല്ല ചെറുപ്പകാലം മുതൽ അതിന് നിങ്ങൾ ഒപ്പം കളിച്ച കുറച്ച് ആളുകളുണ്ട്.
നമ്മളെ പിന്നെ അയമുട്ടിയാക്ക ആ ടീമിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അയമുട്ടി ഉണ്ട്, അതേമാതിരിക്ക് അവിടുന്ന് അബ്ബാസൊക്കെ നല്ല സൂപ്പർ സൂപ്പർ കളിക്കാരനാണ് അവനൊക്കെ. അത് എന്റെ ചെറുപ്പകാലം അൽബി മുഹമ്മദ് ഇവരൊക്കെ പടങ്ങളെ കുട്ടിക്കാലം കളി. അന്ന് അബ്ബാസ് അവിടെ പോയിട്ട് ലൈനും 2 മുള കൊണ്ടുപോയിട്ട് പോസ്റ്റ് കെട്ടിയിട്ടും ഇങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അവിടുന്ന് അങ്ങനെ വന്നതാണ്. ഞാൻ ഗ്രൗണ്ടിലേക്ക് വലിയതില്ല. കുട്ടിക്കാലൊക്കെ യാസി കളിച്ചത് കോട്ടക്കുന്നിന്റെ മുകളിൽ തന്നെ, പിന്നെയാണ് ഗ്രൗണ്ടിലേക്ക് വന്നത്. പിന്നെ കോഴിക്കോട് ബ്രീസിന് കളിച്ചിട്ടുണ്ട്. ബ്രീസിന് ഞാൻ ലീഗ് കളിച്ചപ്പോ ബ്രീസിന് ഞാൻ അവിടെ ഇവര് വന്നിട്ട് പറഞ്ഞു, തമ്പിയെ നീ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് സൈൻ ചെയ്യുക ബ്രീസിൽ പറഞ്ഞപ്പോ ഞാൻ കോഴിക്കോട് പോയി. കാരണം അവിടുത്തെ എല്ലാ പ്ലേയേഴ്സിനും അന്ന് അവിടെ ആരൊക്കെ കൂടെ കളിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്ക് പറഞ്ഞാല് കുറെ ഇതുണ്ട് എനിക്ക്. കാലം എത്ര കാലം 72 73 കാലഘട്ടത്തില് ബ്രീസിന് കളിച്ചിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് കോഴിക്കോട് സ്റ്റേറ്റ് ഇതിന് കിട്ടിയത്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്. അന്ന് ആ ഫസ്റ്റ് കളി കോഴിക്കോട് ഡിസ്ട്രിക്ട് ഊട്ടിയിൽ വെച്ചിട്ടാണ് കളി. പിന്നെ ഞാൻ നാഗേജി കളിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ തൃശ്ശൂർ ചാക്കോള കളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സോക്കർ ക്ലബിനാ പോയി കളിച്ചത് കേട്ടോ, സോക്കറിന്. പിന്നെ ചാക്കോള സ്വർണ്ണ കപ്പാണല്ലോ, സ്വർണ്ണ കപ്പ്. പിന്നെ 2-3 ഡിസ്ട്രിക്റ്റിനും മലപ്പുറം ഡിസ്ട്രിക്റ്റിനും ഞാൻ കളിച്ചിട്ടുണ്ട്. 3 തവണ കളിച്ചിട്ടുണ്ട്. സീനിയർ ഡിസ്ട്രിക്റ്റിന് ജൂനിയർ അല്ല സീനിയർ. ഇനി എല്ലാരും അറിയാനൊരു കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ ഈ തമ്പി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇപ്പൊ ഈ തമ്പി എന്നുള്ള പേര് നിങ്ങൾക്കൊക്കെ വന്നത്? അത് അറിയപ്പെടുന്ന പറഞ്ഞാല് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവിടെ ആയിരുന്നു ഊട്ടിയില്. എന്റെ ഉപ്പാക്ക് അവിടെ ആയിരുന്നു ജോലി. ആ ജോലിന്റെ സമയത്ത് ഞങ്ങൾ ഈ പഠിച്ചത് കുറച്ചു കാലം വലുതായതിന്റെ ശേഷം നാട്ടിലായിരുന്നു. അങ്ങനെ ഊട്ടിയിൽ നിന്ന് ആ തമ്പികൾ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആരാന്ന് വിളിച്ചതാണ്. ആ വിളി അത് ഫേമസ് ആയി. പക്ഷെ അന്ന് ദേഷ്യം ഉണ്ടായിരുന്നു തമ്പി വിളിക്കുമ്പോ. പിന്നെ ഞങ്ങൾക്ക് അത് വിളിക്കുമ്പോ ഞാൻ ഏത് സെവൻസിന് പോയാലും ഞാൻ കളിക്കാത്ത മലപ്പുറം ജില്ലയിൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് കളിക്കല് ഞാൻ അരീക്കോട് തെരട്ടമക്ക. നല്ല പ്ലേയേഴ്സ് ആണല്ലോ അവിടെ. ആ കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും. കളിക്കാത്ത ഗ്രൗണ്ട് തന്നെ ഉണ്ടാവില്ല. അതേമാതിരിക്കാണ് സെവൻസിന് പോയത് ഞാൻ. കാരണം എന്റെ ഇതിലാണ് എന്റെ ഈ 2 അനിയന്മാരും അറിയുന്നത് തന്നെ. തമ്പി ഗോളിന്റെ അനിയനമാണ് ബഷീർ സൈദാലി. കാരണം ആ പേര് ഇപ്പോഴും എന്റെ നിലനിൽക്കണ ഗോളി തമ്പിയ. മലപ്പുറം ജില്ലയിൽ അധികം ആൾക്കാർക്ക് എന്റെ പേര് അറിയില്ല. പക്ഷെ അത് ഗോളി തമ്പി പറഞ്ഞാലേ അറിയുള്ളൂ. കാരണം ഞാൻ ഇറങ്ങാത്ത ഗ്രൗണ്ടില്ല. മലപ്പുറം ജില്ലയിൽ എവിടെ സെവൻസ് നടക്കുന്ന വെച്ചാൽ ആ സെവൻസിനൊക്കെ ഗോളി തമ്പി ഉണ്ടാവും. പറയില്ല. ഡിസ്ട്രിക്റ്റിന് മാത്രം കളിച്ചുമ്പോ എന്റെ പേരുണ്ടാവുള്ളൂ. മറ്റേത് സെവൻസിൽ കംപ്ലീറ്റ് ഗോളി തമ്പി. കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ടീമിനായിട്ടാണ് ഞങ്ങൾ തിരൂർ അധികം കളിക്കല്. ഞങ്ങൾ അടിക്കും ചെയ്യും. ബമ്പൻ ടീമാ. MRC മോമാലി, കൊറ്റന്, മലപ്പുറം അസീസ്, പിന്നെ നടരാജന്, അങ്ങനെ അധികം ബ്ലാക്ക് ആൻഡ് ടൈം. ആ കൊല്ലനാരായണും CC റഹ്മാനും ചിലപ്പോൾ ഗോളി സതീഷിനെ ആയിരിക്കും ഉണ്ടാകുക. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല. അന്ന് സതീഷിനെ യാസി, പിന്നെ CC റഹ്മാന്. സതീഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ കസ്റ്റംസിലുള്ള ഗോളി പൂച്ചക്കണ്ണൻ. അതേമാതിരി പാട്രിക്, നമ്മളെ മജീദിന്റെ പ്രീമിയറിന്റെ മജീദ്, കൊലനാരായണന്. അതായത് ബമ്പൻ ടീം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഒരു പഴയ കാലം ഒന്ന് അന്വേഷിക്കാണ്. നിങ്ങള് ഇപ്പൊ താമസം എവിടെയാണ്? ഇപ്പൊ ഞങ്ങള് ചമ്മങ്കടത്ത. ഞങ്ങളിപ്പോ 35 വർഷമായി ചമ്മങ്കടത്തായിട്ട്. ചമ്മങ്കടത്ത്. നിങ്ങൾ ആദ്യം മലപ്പുറം കുന്നുമല എവിടെയായിരുന്നു താമസം? കുന്നുമല അവിടെ സ്റ്റേറ്റ് ബാങ്കിന് നേരെ ഓപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് ലൈൻ ഉണ്ട്. അവിടെ ചെക്ക് ലൈൻ അതിന് പറയാം. അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. വാപ്പാന്റെ ഒരു ഇതായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഉപ്പാനും ഉമ്മാനും ഒന്ന് പരിചയപ്പെടുത്തി. ഉപ്പ കളിക്കാരനാണ്. അതായത് എന്റെ വാപ്പ, ഞാനൊക്കെ ലീഗിന് ഇറങ്ങുമ്പോ എന്റെ ബൂട്ടൊക്കെ ലേസ് ചെയ്തത് എന്റെ വാപ്പയാണ്. എന്റെ വാപ്പ ബാക്ക് ലൈനാണ്. അന്നിപ്പോ MSPന്റെ ഇതിൽ വന്നതാ, സ്റ്റേക്കിൽ വന്ന് പോന്നതാണത്. അത് ഞാൻ എവിടെ 11s കളിക്കുമ്പോഴും ലീഗ് കളിക്കുമ്പോ കളി കഴിഞ്ഞിട്ട് വാപ്പ എനിക്ക് പറഞ്ഞുതരും, എടാ ഈ കളിക്കുമ്പോ ആ ബോളിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. കാരണം വാപ്പാക്ക് അറിയാം അതിങ്ങനെ. വലിയ ഉസ്താദ് വാപ്പയാണ്. വാപ്പന്നെ, ഞങ്ങളെ ഗുരു വാപ്പന്നെ എന്റെതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോ പിന്നെ മെയ്രിയൻകുട്ടി, ആസീസി, ചേക്കുവാക്ക, കുഞ്ഞന്താക്കവരൊക്കെ എനിക്ക് തന്നിരിക്കുന്ന കോച്ച്. കാരണം പോസ്റ്റിൽ നിർത്തിയിട്ട് പേര് മുഹമ്മദ് മങ്കരത്തോടി മുഹമ്മദാണ് ഉപ്പാന്റെ. ജീവിച്ചിരിപ്പില്ല. ഇല്ല, മരിച്ചു. ഉമ്മാന്റെ പേരും പറയും. ഉമ്മ നബീസ, പിഴങ്കര നബീസാണ് ഉമ്മ. പിന്നെ സഹോദരൻ, ഇവരെ കൂടാതെ മറ്റു സഹോദരന്മാര് ഒന്ന് മായന് ജ്യേഷ്ഠന്. ആ മൂപ്പര് കളിയില്ല. അബുവാക്ക ആള് മരിച്ചു. അത് പിന്നെ ഇങ്ങനെ കുറച്ച് കളിക്കുമ്പോഴൊക്കെ ഗോളിയല്ല അങ്ങനെ കുറച്ച് കളിച്ചിരുന്നുള്ള കൂട്ടം. അബുവിന്റെ നിങ്ങളെ മക്കൾ ആരെങ്കിലും? അതിന്റെ അനിയന്റെ ഒരു മകണ്ട്, അജ്മല്. അബുവിന്റെ മകന്. അവൻ നല്ലത് അജ്മല അവന്റെ പേര്. ഗോളിയല്ല, കളിക്കാരനാ. പിന്നെ വേറെ ഉണ്ട് അബുവിന്റെ ഒരു പേരക്കുട്ടി ഉണ്ട്, മറ്റേ എന്താണ് അപ്പൂസോ. ആ കുട്ടി MSPയിലാ പഠിക്കണത്. നല്ല സ്റ്റോപ്പറാ. ഇപ്രാവശ്യം സ്റ്റേറ്റിന് കളിച്ച് സ്റ്റേറ്റിന്
ഓന്റെ പേര് അപ്പൂസ് എന്നാ വിളിക്കല് അല്ലെ? നല്ല സ്റ്റോപ്പറാണ് ഓന്. പിന്നെ അമീറിന്റെ ആപ്പാന്റെ മോനാണ് ടൈറ്റാനിൽ കളിക്കേണ്ടത്. അമീദ് അൻവറിന്റെ റിലേഷനാണ്. അതെ അതെ അതെ, ഒക്കെ കുടുംബമാണ്. കുടുംബം ഒക്കെ ഫാമിലി അധികം കളിക്കാരന്നെ. നിങ്ങളെ കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി. ഭാര്യ സഫിയ. എന്റെ അളിയന് MSP മൊയ്തീന്, കുഞ്ഞാപ്പ എന്നാ വിളിക്കാം, കാളമ്പാടിയില്. അളിയനും കളിച്ചിരുന്നു. മക്കള് 2 പെൺകുട്ടികൾ, സജിന, ഷഹില. അവർക്ക് ഒരാള് മഞ്ചേരി, ഒരാള് പൊന്മളി കല്യാണം കഴിച്ച് അവര് താമസം അവിടെയാണ് ഇപ്പോൾ.